ക്യാൻസറുകൾ വിവിധ തരത്തിലുണ്ട്. അപ്പം ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു എണ്ണമറ്റ ക്യാൻസർ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് നമ്മുടെ പ്രകൃതി ചികിത്സയിൽ നമ്മൾ എങ്ങനെയായിരിക്കും ക്യാൻസറിനെ കാണുന്നത്? ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം കരൾ ക്യാൻസർ ഉണ്ട്, കിഡ്നി ക്യാൻസർ ഉണ്ട്, കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസർ ഉണ്ട്, ബോൺ ക്യാൻസർ അഥവാ എല്ലിൽ ഉണ്ടാകുന്ന ക്യാൻസർ ഉണ്ട്, ബ്ലഡ് ക്യാൻസർ ഉണ്ട്. വിവിധതരം ക്യാൻസറുകൾ സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം പ്രകൃതി ചികിത്സ ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം രാസമാലിന്യങ്ങളുടെ നിക്ഷേപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ശുദ്ധീകരിക്കലാണ്. പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു ക്ലീനിങ് പ്രോസസ്സാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് എല്ലാ വൈദ്യശാസ്ത്ര ശാഖയ്ക്കും ഓരോ തരം സയൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വൈദ്യശാസ്ത്ര ശാഖയ്ക്കും ഓരോ തരം സയൻസ് ഉണ്ട്. അതെല്ലാം ഒരു സയൻസിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ അലോപ്പതിക്കാണെങ്കിൽ അലോപ്പതിയുടേതായ ഒരു സയൻസ് ഉണ്ട്, ആയുർവേദത്തിനാണെങ്കിൽ ആയുർവേദത്തിൻ്റെതായ ഒരു സയൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ വ്യത്യസ്തമായ ഒരു ചികിത്സാ മേഖലയായിട്ട് മാറുന്നത്. അപ്പൊ ആ വ്യത്യസ്തമായിട്ടുള്ള സയൻസിനെ നമ്മൾ അങ്ങനെ തന്നെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തകരമായിട്ടുള്ള സയൻസിനെ അലോപ്പതിയുടെ കുഴലിൽ അല്ലെങ്കിൽ അലോപ്പതിയുടെ തിയറിയിൽ ആഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഷർട്ട് നിങ്ങൾക്ക് പാകാവില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഷർട്ടേ പാകാവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികളെ കൂടി നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒരു മുഴ ഉള്ള ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം, ഏതെങ്കിലും അവയവങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മുഴയുള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അലോപ്പതി ചെയ്യേണ്ട ഒരൊറ്റ ധർമ്മം എന്ന് പറയുന്നത് അത് മുറിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് വേറെ ആർക്കും ഇതുവരെ അത് ചെയ്യാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചെയ്യാൻ റൈറ്റ് ഉള്ളതും അതോടൊപ്പം നിയമപരമായി അവകാശമുള്ളതും അതോടൊപ്പം തന്നെ അതിന് സയൻറ്റിഫിക്കലി അവർ അവഗാഹം നേടിയതൊക്കെ അവരാണ്. അത്തരം ആളുകൾ എന്താ ചെയ്യേണ്ടത്, അത് റിമൂവ് ചെയ്ത് കൊടുത്താൽ ബാക്കി ബദൽ ചികിത്സയിലേക്ക്, പ്രത്യേകിച്ച് പ്രകൃതി ചികിത്സയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അപകടകരമാകുന്ന മുഴയാണെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് പ്രകൃതി ചികിത്സയിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടാനുള്ള സാധ്യത 90% കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് കീമോയും റേഡിയേഷൻ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കീമോയും റേഡിയേഷനും ചെയ്യുന്നത്. ആകെയുള്ള അതിൻ്റെ അകത്ത് പ്രക്രിയ എന്ന് പറയുന്നത് സർജറി മാത്രമായിരിക്കും അതിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്യുന്നത്. ഇത് സെക്കൻഡറി ക്യാൻസറിന് കാരണമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് ക്യാൻസർ മുഴ ഉണ്ടായിക്കൊള്ളണമെന്ന് പോലുമില്ല, അത് ക്യാൻസർ മുഴയാണ് എന്ന് വരുത്തി തീർത്തിട്ട് കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും പലപ്പോഴും സർജറി ചെയ്യുന്നത്. ശരിക്കും ആദ്യം സർജറി ചെയ്യുകയും ബാക്കി മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളെ ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രകൃതി ചികിത്സ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യത 90% മുകളിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും.